ആലുവയിൽ 12 വയസ്സുകാരിയെ കാണാതായ കേസിൽ സുഹൃത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. മുർഷിദാബാദ് സ്വദേശിയായ മലേക്കിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തും. പെൺകുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടു. ആലുവയിൽ നിന്ന് സ്മിത ഹരിദാസ് ചേരുന്നുണ്ട്. സ്മിത, ഇന്നലെ വൈകിട്ടാണ് ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന വാർത്ത പുറത്തു വന്നത്. പിന്നീട് അങ്കമാലിയിൽ നിന്ന് ഈ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ഒപ്പം ഈ സുഹൃത്തും ഉണ്ടായിരുന്നു. ഇന്നത്തെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? സുഹൃത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണല്ലോ അറിയാൻ സാധിക്കുന്നത്. കീർത്തന, ഈ സുഹൃത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. കാരണം 12 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ പോക്സോ ഉൾപ്പെടെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് അല്പസമയത്തിനകം ഒരു 9-10 മണിയാകുമ്പോഴേ പോലീസ് സ്റ്റേഷനിൽ ആ രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയും. നമ്മളിപ്പോൾ നിൽക്കുന്നത് എടയപ്പുറത്താണ്. ആലുവ എടയപ്പുറം എന്ന ആ സ്ഥലത്ത് ധാരാളം ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. അവർ താമസിക്കുന്ന വീടിന് തൊട്ട് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. വീട്ടുകാരുടെ അടുത്ത് അവരെ ഉണർന്നിട്ടില്ല രാവിലെ. കാരണം ഇന്നലെ രാത്രിയിലെ ഈ നടപടികളൊക്കെ കഴിഞ്ഞ് പെൺകുട്ടിയെ അവരുടെ മാതാപിതാക്കളുടെ കൂടെ വിട്ടിരുന്നു. ഇവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ടീമുണ്ട്. അവരുടെ വീടിന്റെ തൊട്ടുപുറയിലുള്ള ഒരു ചെറിയ വീട്ടിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. ആ വീട്ടിൽ നമ്മൾ പോയിരുന്നു. അവിടെ ആരും ഉണർന്നിട്ടില്ല. അതിന് തൊട്ട് മുന്നിലാണ് ഇവിടെ നമ്മൾ ഈ നിൽക്കുന്നത്. അവിടുന്ന് പുറത്തേക്കുള്ള റോഡാണ്. ഇവിടെ ജുമാ മസ്ജിദ് റോഡിന്റെ തൊട്ടടുത്താണ്. അങ്ങോട്ടേക്കുള്ള റോഡാണിത്. ഈ വഴിയിലൂടെ കുഞ്ഞു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ CCTV ദൃശ്യങ്ങളിൽ കണ്ടത്. ഇത് എന്റെ ചുവട് പിടിച്ചായിരുന്നു അന്വേഷണം നടന്നത്. അതിനുശേഷം അങ്കമാലിയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തുന്നു. ഒപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഇവരുടെ ബന്ധുക്കൾ തന്നെയാണ് ഈ കുട്ടിയെ. ബന്ധുക്കളുടെ മക്കൾ 2 യുവാക്കളാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഈ പെൺകുട്ടി അവരുമായിട്ട് പരിചയമുണ്ട്. ഈ കുടുംബത്തിന് പരിചയം ഉള്ളതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പക്ഷെ 12 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്. 1 മാസമേ ആയിട്ടുള്ളൂ കുട്ടി ഇവിടെ താമസം തുടങ്ങിയിട്ട്. ഈ കുടുംബവും വന്നിട്ട് നമ്മൾ തൊട്ടടുത്തുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കുടുംബവും ഇവിടെ വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. അവരുടെ ലാംഗ്വേജ് പറയുമ്പോൾ പഹാഡി ലാംഗ്വേജ് ആയതുകൊണ്ടാവണം തൊട്ട് മുന്നിലെ വീട്ടിലെ ഒരു സ്ത്രീയോട് നമ്മൾ ചോദിച്ചപ്പോൾ അവരോട് സംസാരിക്കാറില്ല. കാരണം ഭാഷയുടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെയാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഏറ്റവും പ്രധാനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ഏരിയയിൽ ഈ പരിസരത്തൊക്കെ തന്നെ ധാരാളം ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്ന് താമസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു ചേട്ടനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ സമാധാനമായി താമസിക്കുന്ന കുടുംബങ്ങളുണ്ട്. വീടിന്റെ പുറകിലൊക്കെ തന്നെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നു. പക്ഷേ യുവാക്കളായ ഒരുപാട് പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ തുടർച്ചയായിട്ട് ഇപ്പോൾ ആലുവ പെൺകുട്ടിയുടെ കാര്യം നമുക്കറിയാം. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ഈ സംഭവം. അതിനുശേഷം ഒരു പെൺകുട്ടിയെ പാടത്തു നിന്ന് രക്ഷിച്ചു കൊണ്ടുവരുന്ന ഒരു കഥയും നമ്മൾ കണ്ടത് ഏകദേശം ഈ പരിസരത്തു നിന്ന് തന്നെയാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സമാധാനമായി താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഗൗരവം നമ്മൾ മറക്കാൻ കഴിയില്ല. 12 വയസ്സുള്ള ഒരു കുട്ടിയാണ് പോയത്. പിന്നെ അതിന്റെ പോലീസ് പറയുന്നത് ആ കേസുമായി കുടുംബം മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അത് നമ്മൾ അല്പസമയത്തിനകം തന്നെ കുട്ടിയുടെ അമ്മയോട് മാതാപിതാക്കളോട് നമുക്ക് സംസാരിക്കണം. അതിനുശേഷം മാത്രമാകും ഈ കേസ് ഏത് രീതിയിലാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ആ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഒപ്പം കുട്ടിയുടെ മാതാപിതാക്കളോട് സംസാരിച്ച് അവരുടെ ഭാഗത്തു നിന്ന് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ള വിവരങ്ങളും നമ്മൾ എത്തിക്കും. കീർത്തന, സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ 12 വയസ്സുകാരിയാണ് ഇന്നലെ കാണാതായത്. പിന്നീട് അങ്കമാലിയിൽ വെച്ച് കണ്ടെത്തിയത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയാണ്. ഈ കുട്ടിക്ക് കൗൺസിലിംഗ് തുടങ്ങിയ നടപടികൾ ഇനി ഉണ്ടാവുമല്ലോ? അതെ, അങ്ങനെ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച വിവരം. കൗൺസിലിംഗ് വേണം. ഈ കുട്ടിക്കൊരു ഇത് തീർച്ചയായിട്ടും ഇത് കാണാതായി. അതിനുശേഷം അന്വേഷണം നടത്തുന്ന ഈ അങ്കമാലിയിൽ മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികളോട് കൂടെ തന്നെയാണ് ഈ കുട്ടി ഉണ്ടായിരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ പ്രശ്നങ്ങൾ ഈ കുഞ്ഞിന് ഉണ്ടായിട്ടുണ്ടോ? ആ രീതിയിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടിക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകി തന്നെയാകും അടുത്ത നടപടികളിലേക്ക് കടക്കുക എന്നാണ്. പക്ഷേ ഇന്നലെ രാത്രി വൈകി കുട്ടിയെ മാതാപിതാക്കളോടൊപ്പം വിടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടിയുടെ മാതാപിതാക്കളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഏത് രീതിയിലാണ് ഇവർ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുക, കുഞ്ഞിന്റെ ഒരു മാനസിക നില എന്താണ്, ആ രീതിയിലുള്ള വിവരങ്ങൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനവും. 12 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ഇനി മുൻ പരിചയമുള്ള ആളുകളാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്നവരുടെ നമ്മൾ കഴിഞ്ഞ ജൂലൈയിൽ ഉണ്ടായ പ്രശ്നത്തിന് ശേഷം എത്ര ചർച്ച ചെയ്തതാണ്. ഇവരുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം, ഇവരുടെ സുരക്ഷ ഇതൊക്കെ ഉറപ്പുവരുത്തണം, ആ രീതിയിലുള്ള നടപടിക്രമങ്ങളൊക്കെ എന്തായി എന്നുള്ള കാര്യത്തിലേക്കൊക്കെ തന്നെ ഒരുപക്ഷെ ഒരു ഓർമ്മപ്പെടുത്തലാകാം ഇത്. അതെ, അത് തന്നെയാണ്. ഇന്നലെ ആലുവയിൽ നിന്ന് കാണാതായ 12 വയസ്സുകാരിയെ കണ്ടെത്തി മാതാപിതാക്കൾക്കൊപ്പം വിട്ടു. സുഹൃത്തിന്റെ അറസ്റ്റ് എന്ന് രേഖപ്പെടുത്തുമെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് സ്മിത ഹരിദാസ് നൽകിയത്.